എനിക്ക് കിട്ടിയ ബാലൻസ് 61 രൂപ. 35 ലക്ഷം രൂപ കൊടുത്ത് പുത്തൻ വണ്ടി മേടിച്ചിട്ടിട്ട് 6 മാസമേ ഉള്ളൂ. മാസം 67,500 രൂപ മാസം ഫിനാൻസ് ഉണ്ട്. 11 വണ്ടി ഓടിയിട്ട് കിട്ടുന്ന 5,000 രൂപയാണ് മൊത്തത്തിൽ ബാലൻസ് കിട്ടിയേക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒരു ഹർത്താൽ പ്രതീതിയാണ്. എപ്പോഴും ആളുകളെ ഇല്ല. ഇത് എത്ര ദിവസം മുന്നോട്ട് പോകുന്ന ഒരു പിടിയില്ല. പേപ്പറാണ് കൊണ്ട് കൊടുക്കുന്ന മുതലാളിക്ക്, ബാലൻസ് ആയിട്ടൊന്നും കൊടുക്കുന്നേയില്ല. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല. ഭൂരിഭാഗം ബസ്സുകളുടെയും കളക്ഷനിൽ പ്രതിദിനം 2,000-ഉം 3,000-ഉം രൂപയുടെയൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പല ബസ്സുകളും ഉടമകൾ കയ്യിൽ നിന്ന് പണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴുള്ളത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഹർത്താലിന് സമാനമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ അല്ലമീൻ ബസ്സിൻ്റെ ഉടമസ്ഥനാണ്. ഞാനിപ്പോൾ കണക്ക് മേടിക്കാൻ വേണ്ടി സ്റ്റാൻഡ് വന്നു. ഇന്നലെ എനിക്ക് കിട്ടിയ ബാലൻസ് 61 രൂപ. 61 രൂപയാണ് കിട്ടിയ. 35 ലക്ഷം രൂപ കൊടുത്ത് പുത്തൻ വണ്ടി മേടിച്ചിട്ടിട്ട് 6 മാസമേ ഉള്ളൂ. മാസം 67,500 രൂപ മാസം ഫിനാൻസ് ഉണ്ട്. ഇപ്പോൾ അതും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 11 വണ്ടി ഓടിയിട്ട് കിട്ടുന്ന 5,000 രൂപയാണ് മൊത്തത്തിൽ ബാലൻസ് കിട്ടിയേക്കുന്നത് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകണം. ഞങ്ങൾക്ക് മൊത്തത്തിൽ 11 വണ്ടിയുണ്ട്. 11 വണ്ടിയുടെയും കൂടി ഒരു ദിവസത്തെ ബാലൻസ് ആണ് 5,000 രൂപ. 5,000 രൂപ 11 വണ്ടി ഓടി കിട്ടിയ ബാലൻസാണ് 5,000 രൂപ. തിങ്കളാഴ്ച ദിവസം കിട്ടിയ ഏറ്റവും കൂടുതൽ കിട്ടിയ തിങ്കളാഴ്ചയാണ്. ബാക്കിയൊക്കെ 200-ഉം 200 സാറിനെ കാണിച്ചല്ലോ. 200, 260, 300 ആ റേഞ്ചിലാണ് ഇപ്പം ഉള്ളത്. അപ്പം ടാക്സ് അടയ്ക്കാനുള്ള പൈസ പോലും കിട്ടുന്നില്ല. ജോലിക്കാർ ഇപ്പം തന്നെ അവർ തന്നെ ഓട്ടോ എടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിന് ജോലിക്കാർ പോവുക. ഓടാൻ ജോലിക്കാരില്ല. അവർ പറഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ശമ്പളം വേണമെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റും? CCയും ടയറും ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം പണ്ട് കൊറോണയ്ക്ക് പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടി വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താ സർക്കാരിനോട് പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങളെങ്ങനെയും ഒന്ന് രക്ഷിക്കുക. വേറെ ഒന്നുമില്ല. കൊറോണ വന്നപ്പോൾ പോലും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ മാസം കഴിയുമ്പോൾ CCക്കാരെല്ലാം നമ്മുടെ വീട്ടിൽ വരാൻ തുടങ്ങും. അപ്പം CC ഒക്കെ പിന്നെ സിവിൽ പ്രശ്നങ്ങളുണ്ടാവും. എത്ര വണ്ടിക്ക് ലോണുണ്ട്? ഇപ്പോൾ 4 വണ്ടി പുത്തൻ വണ്ടിയുണ്ട്. 4 ലോണുണ്ട്. 67,000 ഉണ്ട്, 55,000 ഉണ്ട്, 25,000 ഉണ്ട്, 35 ഉണ്ട്. ശക്തിയുടെ ഫിനാൻസ് ഉണ്ട്, ചോള ഫിനാൻസ് ഉണ്ട്, കൊട്ടക്കം മഹേന്ദ്ര ഉണ്ട്. ഇതെല്ലാം ഫിനാൻസ് കിടക്കുക. എങ്ങനെ തിരിച്ചടയും? അപ്പോൾ അതിന് അറിയത്തില്ല എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നത് ബുദ്ധിമുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയ പ്രതിസന്ധി തന്നെയാണല്ലേ? വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രിയദർശിനി സർവീസ് തുടങ്ങിയതിന് ശേഷം പത്തനംതിട്ടയിൽ ഓടുന്ന സർവീസ് നടത്തുന്ന മുഖ്യ ബസ്സുകളിലും ഒരു 3,000 രൂപ 2,000 രൂപയ്ക്കകത്ത് കളക്ഷൻ കുറവാണ്. നമ്മൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിനൊന്നും എതിരല്ല. പക്ഷേ ഇതിനൊരു മാനദണ്ഡം വെച്ച് അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സർക്കാർ. ഇതൊരു പഠനവും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ പേരിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്നും പറഞ്ഞ് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കും. അങ്ങനെ 50,000-ഉം 1,00,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ വരെ ഫ്രീ ആയിട്ട് ഒരു മാനദണ്ഡവും ഇല്ലാതെ യാത്ര ചെയ്യാം. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വലിയൊരു വ്യവസായമായി ഇത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന, ഗവൺമെൻറ്റിന് തന്നെ ടാക്സ് ഇനത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള, പിന്നെ ഡീസലിൻ്റെ ടാക്സ് ഇനത്തിലൊക്കെ ഗവൺമെൻറ്റിന് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു വ്യവസായം ഒറ്റയടിക്ക് നിന്നു പോകുന്നൊരവസ്ഥയിലേക്കാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാനെ കൊണ്ട് ഉടമസ്ഥന്മാർ തയ്യാറാവത്തില്ല. മുതൽ മുടക്കി ലോൺ എടുത്തും മറ്റും സർവീസ് നടത്തുന്നവർ മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നിർത്തിപ്പോവും. ഇതുവഴി നഷ്ടമാകുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികളാണ്. അവരുമായി ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബങ്ങൾ, അവരെല്ലാം അനാഥമാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു തീരുമാനം. ഇതിന് അടിയന്തരമായിട്ട് പ്രൈവറ്റ് ബസ് കൂടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ബസ്സിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. പത്തനാപുരം മാങ്ങോടി റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. ഇതിലെ ഒരു ജോലിക്കാരനായിട്ട് ഞാൻ തന്നെയാണ് ജോലി ചെയ്യുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിന് ശേഷം ഒരു കണ്ടക്ടറെ കൂടെ വെച്ച് ഈ സർവീസ് നടത്താനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 3-4 ദിവസമായിട്ട് നഷ്ടത്തിലാണ് ഈ വണ്ടി ഓടുന്നത്. ഈ ഡീസൽ അടിക്കാൻ പോലും പൈസ തികയുന്നില്ല. കൈക്കാശിട്ടാണ് ഞാൻ ഡീസൽ അടിക്കുന്നത് 3-4-5 ദിവസം കൊണ്ട്. എത്ര രൂപ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്? ഏകദേശം ഒരു 2,000 രൂപയോളം കയ്യിൽ നിറങ്ങുന്നുണ്ട്. ഡെയിലി കയ്യിൽ നിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് അതാണ് സംഭവിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒരു ഹർത്താൽ പ്രതീതിയാണ്. എപ്പോഴും ആളുകളെ ഇല്ല. സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് ഈ സ്റ്റാൻഡുകളിൽ. തൊട്ടപ്പുറത്താണ് KSRTC ബസ് സ്റ്റാൻഡ്. ഓട്ടാണ് എല്ലാം പോകുന്നത് തന്നെ. ഏകദേശം 260-270 ബസ്സുകൾ കയറി ഇറങ്ങുന്ന സ്റ്റാൻഡാണിത്. ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് ഉടമസ്ഥന്മാർ ഇതുപോലെ ബസ്സിൽ ജോലി ചെയ്ത് തന്നെ കുടുംബം പോറ്റുന്നുണ്ട്. ഇത് എത്ര ദിവസം മുന്നോട്ട് പോകുന്ന ഒരു പിടിയില്ല. പ്രതീക്ഷ നമ്മൾ കൈവിടുന്നില്ല. എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു അനുകൂല തീരുമാനം ഉണ്ടാക്കി തരുമെന്നുള്ളതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ എല്ലാ ഉടമസ്ഥന്മാരും ജോലിക്കാരും കാത്തിരിക്കുന്നത്. എൻ്റെ ഒരു വാഹനം ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. എലവന്തൊട്ട് വഴി പന്തളം പോകേണ്ടതാണ്. ഇത്രയും നേരമായിട്ട് ഒരു മനുഷ്യൻ പോലും കയറിയിട്ടില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, പുരുഷന്മാർ മാത്രം കുറേ ആൾക്കാരെല്ലാം, മൊത്തത്തിലൊരു 50 പേര് പോലും നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിലില്ല. ഞാൻ ഈ ബസ്സിൻ്റെ ഒരു ഉടമ കൂടിയാണ്. ഞാനിപ്പോൾ ഡ്രൈവറായിട്ട് ഓടിയിട്ട് തന്നെ വൈകിട്ട് ഓവറാണ്. ഡീസൽ അടിക്കാനുള്ള പൈസ പോലും ഇല്ല. ഒരു കണ്ടക്ടറാണ് വെച്ചിരിക്കുന്നത്. പണ്ട് ഈ സ്വകാര്യ ബസ്സിൽ 4 ജീവനക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വന്ന് 2 ആയി. ഇനിയുള്ള അവസ്ഥയിൽ
ഡ്രൈവർ മാത്രം ഒരു ബക്കറ്റും വെച്ചുകൊണ്ട് സർവീസ് നടത്തേണ്ട ഗതികേടിലോട്ടാണ് പോകുന്നത്. തൊട്ട് മുമ്പ് അവിടെ ഒരു കടയിൽ നിന്നപ്പോൾ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ 2 പേര് നാരങ്ങാവെള്ളം മേടിച്ച് കുടിക്കുന്നു. ഒരു നാരങ്ങാവെള്ളം മേടിച്ചിട്ട് 2 ആക്കിയാണ് കുടിക്കുന്നത്. കാരണം വൈകിട്ട് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പാല് മേടിച്ചുകൊണ്ട് പോകാനുള്ള നിവൃത്തി പോലുമില്ല. ഇങ്ങനെ തുടർന്ന് പോയാൽ ഈ 2-3 ദിവസത്തേക്കകം ഈ പ്രൈവറ്റ് ബസ് മേഖല പാടെ നിന്നു പോകും. എല്ലാവരും ജീഫോം കൊടുത്ത് കയറ്റിയിടേണ്ട അവസ്ഥയിലാണ്. ഈ ഡീസൽ വില വർദ്ധവ് അനുസരിച്ചിട്ട് 1500 രൂപ 1200 രൂപയായിരുന്നു നമ്മൾ ബാലൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ 70% സ്ത്രീ യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാം ഇപ്പോൾ KSRTC ആശ്രയിച്ച് പോവുകയാണ്. ആ സമയത്ത് ഇപ്പോൾ 2000 രൂപ ഓവറായിട്ടാണ് വണ്ടി ഓടുന്നത്. ഞങ്ങൾക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ കമ്മീഷൻ വ്യവസ്ഥയിലാണ്. ഇപ്പോൾ വരുമാനം കുറയുന്നതനുസരിച്ചിട്ട് ശമ്പളം കുറയുകയും വീട് പട്ടിണിയാവുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പേപ്പറാണ് കൊണ്ട് കൊടുക്കുന്നത് മുതലാളിക്ക്, ബാലൻസ് ആയിട്ടൊന്നും കൊടുക്കുന്നേയില്ല. ഇത് പത്തനംതിട്ട മലയാളപ്പുറ റൂട്ടിൽ സർവീസ് അടിക്കുന്ന വണ്ടിയാണ്. അരമണിക്കൂർ ഗ്യാപ്പുള്ള വണ്ടിയാണ്. ഈ വണ്ടി ഒറ്റ വണ്ടി ആളെ കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഈ പ്രിയദർശിനി യാത്ര തുടങ്ങിയതിന് ശേഷം ഈ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു ദിവസം 3500 രൂപ 4000 രൂപയുടെ കുറവാണ് ഈ വണ്ടിക്കകത്ത്. മിക്ക ദിവസം അവർ കയ്യിൽ ഇങ്ങോട്ട് തന്നിട്ടാണ് ഇതിന് ഡീസൽ അടിക്കുന്നത്, ശമ്പളം എടുക്കുന്നതൊക്കെ. അതുപോലെ അവസ്ഥയിലായിരിക്കുകയാണ് വണ്ടി. ഈ വണ്ടി സീറ്റിങ്ങും സ്റ്റാൻഡിങ്ങും നിലയാളെയും കൊണ്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അരമണിക്കൂർ ഗ്യാപ്പുള്ള വണ്ടിയാണ്. ആ വണ്ടിയുടെ അവസ്ഥ വരെ ഇത് കൂടിപ്പോയാൽ ഒരു 300 രൂപ പോലും വിൽക്കുന്നില്ല. 1500 1400 രൂപ 1500 രൂപ വിറ്റുകൊണ്ടും ചാല. ഇപ്പോൾ ഒരു 300 രൂപ പോലും വിൽക്കാത്ത അവസ്ഥയിലാണ്. കയ്യിൽ നിന്ന് പൈസ തന്നിട്ടിരിക്കുമോ ഡീസൽ അടിക്കാൻ? അല്ല, വേറെ വഴിയില്ല, കാരണം ആളില്ല. ഇതാ അവസ്ഥ. ബസ് ഉടമകളെ പോലെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഈ സ്റ്റാൻഡിനുള്ളിൽ കടകൾ നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരികളും. ഈ പല കടകളും ആളുകൾ ഇവിടേക്ക് എത്താതായതോടുകൂടി കച്ചവടമില്ലാത്തൊരു സാഹചര്യത്തിൽ പൂട്ടിപ്പോയ ഒരു അവസ്ഥയിലാണ്. സ്റ്റാൻഡിൽ തുണിക്കട നടത്തുന്ന ആളാണ്. 15-ാം തീയതി മുതൽ 10 പൈസ ഇവിടെ വിൽക്കുന്നില്ല. ഒരു കച്ചവടവും ഇല്ല, ആൾക്കാർ വരുന്നുമില്ല. പിന്നെ സന്ധ്യയാകുമ്പോഴത്തേന് 10 പിള്ളേർ വരും സ്കൂൾ വിട്ടില്ല. അതേ ഉള്ളൂ ഇവിടുത്തെ ആളെന്ന് പറയുന്നത്. സ്ത്രീകൾ വരുന്നേ ഇല്ല, കാരണം അപൂർവമാണ്. അവിടെ ബസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന് ഓടി വന്ന് ബസ്സിൽ കയറും പോകും. കച്ചവടമേ ഇല്ല. വാടക കയ്യിൽ നിന്നിട്ട് കൊടുക്കും. ഡെയിലി 1000 രൂപ വാടക. കുറച്ചുകൂടെ നോക്കുക, ഇല്ല നിർത്തിയായിട്ട് പോവുക, അതേ ഉള്ളൂ. ബസ്സിൽ കയറി പപ്പടം വിറ്റുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പൊതുവേ സ്ത്രീകളില്ലാത്തതുകൊണ്ട് ഒരു കച്ചവടവും ഇല്ല. 100 പപ്പടം വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു 10 പപ്പടം കവർ വിൽക്കാൻ പോലും പറ്റുന്നില്ല. ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ പപ്പടം വിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒട്ടും ഒരു കച്ചവടവും കിട്ടുന്നില്ല. ദിവസം കൊണ്ടുവരുന്ന പപ്പടം തിരിച്ച് തന്നെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. സ്റ്റാൻഡാണെങ്കിൽ ഒരു ഹർത്താൽ പോലെ ആയ ഒരവസ്ഥയിൽ കിടക്കുക. ഒരു ബസ്സിലും ആളില്ല. അപ്പോൾ ആകെ ഒരു വിഷമമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഒട്ടുമില്ല കച്ചവടം. സ്വകാര്യ ബസ്സുകളുടെ അവസ്ഥ എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് പിന്നിലായി കാണുന്ന വിജനമായ ഈ ബസ് സ്റ്റാൻഡ്. ഇതാണ് അവസ്ഥയെങ്കിൽ അധിക ദിവസം സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാ ബസ്സുടമകളും പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ ഈ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടൽ വേണം എന്ന് തന്നെയാണ് ബസ്സുടമകളുടെ ആവശ്യം. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.